നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രാൻഡിങ് ചെയ്യുന്നതോടുകൂടി ബിസിനസ്സിന് എങ്ങനെയാണ് സെയിൽസ് വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ചെറുകിട ബിസിനസ്സുകളിലൊക്കെ നമ്മൾ കാണാറുള്ളത് ബിസിനസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാനും അവിടെയുള്ള മറ്റുള്ള എക്സ്പെൻസുകൾ ചെയ്യാനും ഒക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യും. ബ്രാൻഡിങ്ങിന് ഒരു പണം പോലും മുടക്കാതെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതുമാണ് കാണാറുള്ളത്. ചില സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്ത് അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ്ങിലേക്ക് ചെറുകിട ബിസിനസ്സുകളൊന്നും പോകുന്നത് കാണാറില്ല. ചെറിയ ബിസിനസ്സുകൾ പൊതുവെ ഒന്നും കാണാറില്ല എന്നുള്ളത് തന്നെ പറയാം. വളരെ കുറഞ്ഞ ബിസിനസ്സുകൾ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ബ്രാൻഡിങ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുള്ളൂ. ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള പല ബിസിനസ് ഉടമകളും പറയാറുള്ളത് അതൊക്കെ നമുക്ക് അധിക ചെലവുകളല്ല, ആ പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്രയും കൂടെ പ്രൊഡക്ഷൻ ചെയ്യാമായിരുന്നു എന്നുള്ള രൂപത്തിൽ പറയും. പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നമുക്ക് ഇത് വിൽപ്പന നടത്താൻ കഴിയണ്ടേ? നമുക്ക് സെയിൽസ് വർദ്ധിച്ചു വരണമെങ്കിൽ ബ്രാൻഡിങ് എത്രത്തോളം വർദ്ധിക്കുന്നോ, ആളുകളുടെ കസ്റ്റമറിൽ എത്രത്തോളം വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ടോ, അത്രത്തോളമാണ് നമ്മുടെ സെയിൽസ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്തു ഇന്ന് തന്നെ റവന്യൂ എടുക്കുക എന്നുള്ളതല്ല, ലോങ് ടൈമിലേക്കുള്ള ഒരു പ്രോസസ്സാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ ബിസിനസ്സുകാരുടെ ഇടയിൽ ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്താൽ ഇന്ന് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടണം. അതല്ലെങ്കിൽ ആ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ആ ബ്രാൻഡിങ് എന്താണ്, ഫെയിലിയർ ആണ് എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെയല്ല നമ്മൾ ബ്രാൻഡിങ്ങിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ബ്രാൻഡിങ് നമ്മൾ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം ആളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രാൻഡ് അവയർനെസ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബ്രാൻഡ് അവയർനെസ് അവരുടെ ഉള്ളിലേക്ക് വർദ്ധിച്ചു വരുന്നതോടുകൂടി, അവർക്ക് കൂടുതൽ നമ്മളിൽ വിശ്വാസം വർദ്ധിച്ചു വരുന്നതോടുകൂടി അവർ നമ്മളുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്യപ്പെടുകയും അവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ആദ്യം നമ്മളെ ബ്രാൻഡിനെ പരിഗണിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ആ കസ്റ്റമർ വരും. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബ്രാൻഡ് അവയർനെസ്സുകൾ അവരുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, ഈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ സർവീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ നിരന്തരം അവരിലേക്ക് ബ്രാൻഡ് അവയർനെസ്സുകൾ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉപബോധ മനസ്സിലേക്ക് ഈ ഒരു വിശ്വാസത്തെ ജനിപ്പിച്ച് അവര് നമ്മളിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബ്രാൻഡിങ്ങിന്റെ ഒരു സൈക്കോളജി. നിരന്തരം നമ്മൾ ബ്രാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് എത്തുന്ന ഈ അവയർനെസ്സുകൾ അവരുടെ ഉപബോധ മനസ്സിൽ ഫീഡ് ചെയ്യുകയും അവർ ഇത് വിശ്വസിക്കപ്പെടുകയും ചെയ്യുക. അവർ ഈ സർവീസ് എടുത്തിട്ടില്ലെങ്കിലും ഈ പ്രൊഡക്റ്റ് ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അവരങ്ങ് വിശ്വസിക്കുകയാണ്, ഈ ഉൽപ്പന്നം എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ആവശ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടാൻ കഴിയും എന്നുള്ള ഒരു ട്രസ്റ്റ് അവർക്ക് ഈ ബ്രാൻഡുമായിട്ട് ബിൽഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കസ്റ്റമറുടെ മുമ്പിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു വാല്യൂ അവർക്ക് ഈ ബ്രാൻഡ് വാങ്ങുന്നതോട് കൂടി അവർക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യപ്പെടും ബ്രാൻഡിങ് കൂടുതൽ ചെയ്യുന്നതോടുകൂടി. കൂടാതെ അവരുടെ പർച്ചേസിലേക്ക് എത്താൻ വേണ്ടി, സെയിൽസ് എന്ന് പറയുന്ന പർച്ചേസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് ഈ 3 ഘടകങ്ങളാണ്. അവർക്ക് കിട്ടിയ അവയർനെസ്, അവരുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യപ്പെട്ട ട്രസ്റ്റ്, അവർക്കുള്ള ഒരു വാല്യൂ, അവർ പ്രതീക്ഷിക്കുന്ന ഒരു വാല്യൂ ഈ ബ്രാൻഡിൽ നിന്ന് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 3 ഘടകങ്ങളെയാണ് അവരെ ഒരു പർച്ചേസിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ നമ്മളൊരു ഉൽപ്പന്നം നിർമ്മിച്ചു, അത് ഇന്ന ഉൽപ്പന്നമാണെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിലേക്ക് ഒരു പരസ്യം ചെയ്തു, അപ്പം തന്നെ അവർ ഓടി ഒന്ന് പർച്ചേസ് ചെയ്യല്ല ചെയ്യുക. ഇതിന് ഒരു സെയിൽസ് ഫണ്ണൽ ഉണ്ട്. ഇവരെ ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവരൊരു പർച്ചേസ് ഡിസിഷൻ എടുക്കുള്ളൂ. പല സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികളും ചെയ്യുന്ന ബിസിനസ്സുകാർ പറയാറുള്ള, ഞാൻ ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടുന്നില്ല. സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികളെ കൊണ്ട് മാത്രം റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ഉൽപ്പന്നത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് കസ്റ്റമർ നിങ്ങളുടെ ആക്ടിവിറ്റികളെ അവരുടെ അവയർനെസ്സുകളിലേക്ക് അവരെത്തുന്നത്. അപ്പൊ ചില ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓഫ്ലൈൻ ആക്ടിവിറ്റികളൊക്കെ പ്ലാൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ പർച്ചേസിലേക്ക് എത്തുന്ന ഡിസിഷൻ എത്തിക്കണമെങ്കിൽ അവരെ കൃത്യമായിട്ട് നമ്മൾ അവെയർ ചെയ്യുകയും
അവർക്കുള്ള ട്രസ്റ്റ് നമ്മുടെ ബ്രാൻഡിൽ ബിൽഡ് ചെയ്യപ്പെടുകയും അവർക്ക് കൃത്യമായിട്ടൊരു വാല്യൂ നമ്മുടെ ബ്രാൻഡിൽ നിന്ന് കിട്ടുമെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവരൊരു പർച്ചേസിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെയാണ് ഈ പർച്ചേസ് ചെയ്ത കസ്റ്റമറെ നമ്മളെ ലോയൽ കസ്റ്റമറായിട്ട് നിലനിർത്താനും ബ്രാൻഡിങ് നമ്മളെ ഒരുപാട് സഹായിക്കും. വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നതിലേക്കും ഈ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ പുതിയ കസ്റ്റമറായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിക്കുന്നതിനും ഈ ബ്രാൻഡിങ് നമ്മളെ സഹായിക്കും. അപ്പം ബ്രാൻഡിങ് എന്നുള്ളത് നമ്മുടെ ബിസിനസ്സിലെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ബ്രാൻഡിങ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇതോടെ നിങ്ങളുടെ ബിസിനസ്സിലെ സെയിൽസും റവന്യൂവും വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക് യു. മറ്റു നല്ലൊരു ബിസിനസ് വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.